ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു ചെമ്മീൻ കറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമുക്കിതിലേക്ക് ആദ്യം തന്നെ കുറച്ച് തേങ്ങ ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 3/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ വലിയ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പില, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കുക. കൂടുതലായിട്ട് നമ്മൾ ഈ ഒരു തേങ്ങ വറുത്തെടുക്കുന്നില്ല, നല്ല ബ്രൗൺ കളറാക്കി നമ്മൾ വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ആ ഒരു കളറൊന്ന് മാറി കിട്ടിയാൽ മതി. ഈ ഒരു സമയത്ത് നമുക്കിനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക, 1 ടേബിൾ സ്പൂൺ മുളകും പൊടി, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് നമ്മൾ വറുത്തെടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഞാനിവിടെ ഗ്യാസ് ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തേങ്ങേൻ്റെ ആ ഒരു ചൂടിലാണ് നമ്മൾ ഈ ഒരു പൊടികളും കൂടെ ഒന്ന് വറുത്തെടുക്കുന്നത്. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട്. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് അരച്ചെടുത്തിട്ടുള്ള മിക്സ് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു മിക്സിൻ്റെ ആ ഒരു ജാറ് കഴുകിയ വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുളിവെള്ളമാണ്. ഇതിലേക്ക് നമ്മൾ കുറച്ച് പുളിവെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ, കാരണം ചെമ്മീനായതുകൊണ്ട് തന്നെ അധികം നമുക്ക് പുളിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ തക്കാളിയും ഒരു 2-3 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ ചെമ്മീനും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിത് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ മീനൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം കുറുകിയിട്ട് തന്നെയാണ് നമ്മുടെ ആ ഒരു കറി ഇരിക്കുന്നത്. ഇനി നമുക്കിതിലേക്കൊന്ന് വറവിട്ട് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടിയിട്ട് വെളിച്ചെണ്ണയിലൊന്ന് വറവിട്ടിട്ട് നമ്മളിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കറിയിൽ നമ്മൾ കൂടുതലായിട്ട് ഈ ഒരു തേങ്ങ വറുത്തെടുക്കാഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കറിയുടെ ടേസ്റ്റ് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് മാറിപ്പോവും. ഇതാവുമ്പോൾ നമുക്ക് രാവിലത്തെ നമ്മുടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി കറിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.